കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ തുറന്ന് യാചനാപൂർവം പിടിക്കാം. കണ്ണ് തുറന്ന് കർത്താവിനെ കാണാം. ഒത്തിരി സ്നേഹത്തോടെ ഇതാ ദൈവം നമ്മെ കടാക്ഷിക്കുന്ന നിമിഷങ്ങളാണത്. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ തന്നെയാണോ പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന പലരും ഉണ്ടാകാം. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ആത്മാവാണ് നമ്മെ പഠിപ്പിക്കുന്നത്, ആത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. നമുക്ക് ആർക്കും അറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ആത്മാവ് നമ്മളെ സഹായിക്കും. ചിലപ്പോൾ നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ നെടുവീർപ്പ് പോലും പ്രാർത്ഥനയായിട്ട് മാറാം. നിന്റെ കണ്ണിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഒരു തുള്ളി കണ്ണുനീര് പോലും ഈ നിമിഷം പ്രാർത്ഥനയായിട്ട് മാറാം. നീ കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ പൂർണ്ണമായി ഇറക്കി വെച്ചിട്ട്, ദൈവമേ ഞാനൊന്നുമല്ല, ഞാൻ അയോഗ്യനാണ്, ഞാൻ പാപിയാണ്, കർത്താവേ ഞാൻ കുറവുള്ളവനാണ്, ഒന്നുമില്ലാത്തവനാണ് എന്നുള്ള നിന്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ വീഴ്ചകളും ഇടർച്ചകളും കുറവുകളുടെയൊക്കെ ഏറ്റുപറച്ചിൽ പോലും പ്രാർത്ഥനയായിട്ട് മാറാം. രക്ഷേ, നിന്റെ ഹൃദയത്തിൻ്റെ ഭാവഭേദങ്ങളുണ്ടല്ലോ, അതുപോലും അറിയുന്നൊരു ദൈവം ഈ അൾത്താരയിലുണ്ടല്ലോ. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്റെ ഹൃദയം ചേർത്ത് വയ്ക്കാൻ നീ എടുക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, അതുപോലും പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിട്ട് ഇത് മാറാം. ഉണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവം നമ്മളെ നോക്കിക്കാണുന്നത്. കർത്താവിനെ ശ്രവിക്കുക, അതാണ് വേണ്ടത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നതിനേക്കാൾ അപ്പുറം ദൈവത്തിന് പറയാനുള്ളത് കൂടി കേൾക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രാർത്ഥന. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന സമയമാണത്. നമ്മുടെ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. നിനക്ക് എന്തെല്ലാം വേണമെന്ന് അറിയുന്ന നിന്റെ ദൈവം, നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം, നിന്റെ ഇന്നലകളുടെ വീഴ്ചകളും ഇടർച്ചകളും ജീവിതത്തിന്റെ കുറവുകളെല്ലാം കൃത്യമായി അറിയുന്ന ദൈവം, മോനെ നിനക്ക് എവിടെയാ തെറ്റുപറ്റിയതെന്ന്, മോനെ നീ എവിടെയാണ് ഒറ്റപ്പെട്ടതെന്ന്, മോളെ നീ എവിടെയാണ് തിരസ്കരിക്കപ്പെട്ടതെന്ന്, മോളെ നീ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് എല്ലാം അറിയുന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ആ കർത്താവിലായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ, ആ കർത്താവിലായിരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ വിശ്വാസവും. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ സ്നേഹമാണ് ഈ നിമിഷങ്ങളിൽ നമ്മളെ വലയം ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്നേഹത്താണ് നമ്മൾ ആരാധിച്ചതും സ്തുതിച്ചതും മഹത്വപ്പെടുത്തിയതൊക്കെ. ആ സ്നേഹത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും, വിശ്വസിക്കുക. കരങ്ങൾ തുറന്ന് യാചനാപൂർവം പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,